ശിഖ, ഇംപ്രൂവ്മെന്റ് ഉണ്ടോ ഇല്ലയോ? സ്വന്തമായിട്ട് പറയേ. ഇല്ലെന്ന് തോന്നുന്നോ? ഇംപ്രൂവ്മെന്റ് ഉണ്ട്. പ്രധാനമായിട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സോങ്. ഇത് ആരാ കണ്ടുപിടിച്ചത്? ഈ സോങ് പാടാനായിട്ട് ആരാ പറഞ്ഞത്? ആണോ? അത് ഭയങ്കര സംഭവമാണ്. ഇങ്ങനൊരു സോങ് എന്താണ് സെലക്ട് ചെയ്ത് വളരെ സ്യൂട്ടായിട്ട് മോളുടെ വോയിസിന് ഏറ്റവും ബെസ്റ്റ് ഒരു സോങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മോളെ പാടിയിട്ടുള്ളതിൽ വെച്ച് എനിക്ക് സത്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. പറയത്തൊക്കെ ഭയങ്കര മിസ്റ്റേക്സ് ഇല്ല. ചില സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞു സംഗതികളൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. മോളുടെ പെർഫോമൻസിന്, മോളുടെ ആ വോയിസ് റേഞ്ചിന് പറ്റിയൊരു സോങ്ങാണ് സെലക്ട് ചെയ്തത്. പിന്നെ മൈക്ക് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് ബാലൻസ് ചെയ്തൊക്കെ പിടിക്കായിരുന്നു. മുകളിലേക്കൊക്കെ പോകുമ്പോഴേ ഒന്ന് കൺട്രോൾ ചെയ്യാമായിരുന്നു. ബാക്കി പറയത്തൊക്കെ വലിയ പ്രശ്നങ്ങളില്ല. ഇഷ്ടപ്പെട്ടു. ശിഖ നന്നായിട്ട് പാടി കേട്ടോ. മോളുടെ വോയിസിന് ഇപ്പോൾ ജാസി പറഞ്ഞ മാതിരി മോളുടെ വോയിസിന് ഭയങ്കര നല്ലോണം ചേരുന്നൊരു പാട്ടാണ് സെലക്ട് ചെയ്തത്. പിന്നെ എനിക്ക് കുറച്ച് സംശയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓ സജൻ ജി എന്ന് പറഞ്ഞ സ്ഥലത്ത് പെട്ടെന്ന് നോട്ട് എന്തോ ആണെന്നൊരു സംശയം. സെക്കൻഡ് പിന്നെ അത് പാടിയപ്പോൾ മനസ്സിലായി അത് നോട്ട് മാറുന്നതാണെന്നുള്ളത്. പിന്നെ ഒരു തേരേബിൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരു ചെറിയൊരു ഷിവറിങ് തോന്നിയിരുന്നു. അത് ടെൻഷനായോ അവിടെ പാടുമ്പോൾ എന്തെങ്കിലും. പിന്നെ ലഷ്താര എന്നൊക്കെ വരുന്നൊരു പോർഷൻ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രസമായിട്ട് പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ആ ഒരു റെൻഡറിങ്ങിൻ്റെ സ്റ്റൈൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്നൊരു പോർഷൻ വരില്ലേ ചരണത്തിനകത്ത് തന്നെ, അതുമൊക്കെ നല്ല. എനിക്ക് പാട്ട് അത്ര ഷുവറല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ പോർഷനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. മോള് ആ കൂടെ എനിക്ക് ഇന്നത്തെ പെർഫോമൻസ് വളരെ ഇഷ്ടമായി. വളരെ പ്ലസന്റ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. മോളുടെ മമ്മി എങ്ങനെ ഈ പാട്ട് സെലക്ട് ചെയ്യാൻ കാര്യം? മമ്മി ഒത്തിരി ഹിന്ദി സോങ്സ് കേൾക്കാറുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. എനിക്കും അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടമായി. ടി വിയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. ഓക്കെ. അമ്മ ഇവിടെ വന്നിട്ടുണ്ടോ ശിഖ? വന്നിട്ടുണ്ട്. എവിടെ? അത് ശരി, ഇതാണ് അമ്മ. ഓക്കെ, എന്നാ ആദ്യമായിട്ട് അമ്മയ്ക്ക് ഒരു കയ്യടി. നമ്മളുടെയൊക്കെ വക അമ്മയ്ക്കൊരു കയ്യടി, ശിഖയുടെ വക അമ്മയ്ക്കൊരു ഉമ്മ. വേറൊരു കാര്യം കൂടെ, അമ്മയ്ക്കൊരു പൊന്നും കൂടെ. അമ്മയ്ക്ക് എല്ലാവരും ഒന്ന് കയ്യടിച്ചു കൊടുത്തേ അതിന്. എനിക്ക് ശിഖയുടെ ഈ പാട്ടിൽ, ഈ റൗണ്ടിൽ, സെലിബ്രേഷൻ റൗണ്ടിൽ ആ ഒരു ഗ്രാൻഡിയർ ഉള്ളൊരു സെലിബ്രേഷൻ ശരിക്കും തന്നെ ഫീൽ ചെയ്തു ശിഖ. വെരി ഗുഡ്. ഈ പാട്ടിൽ ശിഖ ശരിക്കും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. കാരണം ഇത്രയും നാൾ ശിഖ വളരെ മടിച്ച് എന്ത് ചെയ്യാനും ഒരു മടിയുള്ളൊരു ശിഖ കുറച്ചൊക്കെ ഇങ്ങനത്തെ പാട്ടെടുത്ത് അടിപൊളി ഡിഫറെൻ്റ് ആയിട്ടുള്ള സെലക്ഷൻ ഒന്നാമത്. രണ്ടാമത് ക്രൗഡുമായിട്ട് കുറച്ച് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ചെറിയ സ്റ്റെപ്പാണെങ്കിൽ വളരെ ക്യൂട്ടായിട്ടും വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ ചെയ്തു. അത് ഒരിക്കലും ഈ കുട്ടി ഇത് ചെയ്യണമായിരുന്നോ എന്ന് തോന്നുന്ന രീതിയിലല്ലാതെ അത് ചെയ്തു. ഒരു പൊടിക്കും കൂടി ആവുമായിരുന്നു ശിഖ. ആ ഒരു ഇടയ്ക്ക് മാത്രം ശിഖ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഒരു വിധത്തിൽ നല്ലതാണ്. ഇടയ്ക്ക് മാത്രം ചെയ്യുമ്പോൾ അത് എപ്പോഴും നമുക്കതൊന്ന് വന്നെങ്കിലോ എന്നൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ ഒരു പാട്ടിനൊരു പൊടിക്കും കൂടി ആവാം, പാട്ടിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. ശിഖ ഒരു പൊടിക്ക് മൂവ് ചെയ്തിട്ട് പാട്ടിനെ ഒട്ടും എഫക്റ്റ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും വളരെ ചെറിയ സ്ലിപ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹമ്മിങ് പാടിയത്, പക്ഷെ ഹമ്മിങ് പാടിയത് ഈ ഡാൻസ് ചെയ്തുകൊണ്ടല്ല. കാരണം ഡാൻസ് ചെയ്യുന്നതിന് മുമ്പേ പാടിയിട്ട് വന്നൊരു ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാട്ട് ശിഖയുടെ കയ്യിൽ തന്നെ ഉണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെൻഡറിങ് സ്റ്റൈല് ശിഖയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് റിയലി വർക്ക് ഓൺ ഇറ്റ്. ശരിക്കും ശിഖേനെ തന്നെ ശിഖയ്ക്ക് ശരിക്കും ഷേപ്പ് ചെയ്ത് നല്ലൊരു ഈ കോമ്പറ്റീഷൻ മെഗാസ്റ്റാറിൽ ശിഖയ്ക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ഓൾ ദ പൊട്ടൻഷ്യൽ ടു മേക്ക് ഇറ്റ്. ഓക്കെ. പിന്നെ ശിഖ ഇത്രയൊക്കെ ഹിന്ദി പാട്ട് പാടുമ്പം ഒരു പൊടിക്കും കൂടെ ലാംഗ്വേജിൽ ശ്രദ്ധിക്കണം. അത് 100% കറക്റ്റ് ആയിരുന്നില്ല. തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്. ബുലായേ എന്നൊക്കെ വന്നിരുന്നു, ബുലായേ എന്നുള്ളത്. അപ്പോൾ അതൊരു എക്സാമ്പിൾ മാത്രമാണ്. കുറച്ച് അധികം തന്നെ ലാംഗ്വേജ് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഹിന്ദി പാട്ട് വിടരുത്, കാരണം നന്നായിട്ട് എക്സ്പ്രഷൻ ഉണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശിഖ ചേച്ചി അടിച്ചു പൊളിച്ചല്ലോ. ശിഖയുടെ ഇങ്ങനത്തെ ഒരു മുഖം കണ്ടിട്ടേ ഇല്ല. ശിഖ ആക്ച്വലി ഇന്നലെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചുള്ളൂ, ശിഖ വളരെ വളരെ പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന സമയങ്ങൾ വളരെ ചുരുക്കമാണ് എന്ന് ഞാനിങ്ങനെ വിചാരിച്ചുള്ളൂ മനസ്സിൽ. എന്നുവെച്ചാൽ അങ്ങനെയല്ല, ചീത്താർത്ഥത്തിലല്ല, പക്ഷെ അങ്ങനെ അധികം വേണ്ടാത്തതിനൊന്നും ചിരിക്കില്ല, മനസ്സിലായോ? ആവശ്യത്തിനുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ അതൊക്കെ മാറിയിട്ടോ.
ശരിക്കും ശിഖയ്ക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും പ്ലസന്റ് ആയിട്ടുള്ള ശിഖ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു കോംപ്ലിമെന്റ് തന്നതാ, മോശമായിട്ട് പറഞ്ഞല്ല കേട്ടോ. അപ്പൊ എന്തായാലും ശിഖയ്ക്ക് എത്ര മാർക്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം ദീപക് ഏട്ടാ, ഔട്ട് ഓഫ് 30. ശിഖയ്ക്ക് ഞാൻ 25 കൊടുക്കുന്നു. 25 ഔട്ട് ഓഫ് 30. ചിത്രേച്ചി +10. 35 ഔട്ട് ഓഫ് 40. 23. 23 ഔട്ട് ഓഫ് 30. ശിഖയുടെ സെലിബ്രേഷൻസ് റൗണ്ടിൽ ശിഖ സ്കോർ ചെയ്തിരിക്കുന്നത് 83 മാർക്സ്. ഇനി എപ്പോഴും സന്തോഷിച്ചിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് ആയല്ലോ ശിഖയ്ക്ക്, അല്ലേ? സോ ഗുഡ് ജോബ്. നല്ലോണം ഡിസേർവ് ചെയ്യുന്നുണ്ട് മാർക്ക്. നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട് ശിഖ. നേരത്തെ പറഞ്ഞ ഇതിന് മുന്നത്തെ പെർഫോമൻസിന് ജഡ്ജസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു പെർഫോമൻസിലൂടെ നമുക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവരും ശിഖയുടെ പെർഫോമൻസ് കണ്ടു. പ്ലീസ് വോട്ട് ഫോർ ശിഖ. വോട്ട് ചെയ്യേണ്ട ഫോമാറ്റ്